മച്ചന്മാരെ, അതുപോലെ തന്നെ മച്ചാത്തികളെ. ചില കമന്റുകളൊക്കെ കണ്ടു, അതുകൊണ്ടാട്ടോ വെറുതെ ഇങ്ങനെ പറഞ്ഞേ. ഈ മച്ചന്മാർ എന്ന് പറയുന്നത് നിങ്ങളെ കൂടെ കൂട്ടിയിട്ടാണെന്നേ. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഫ്ലൈറ്റ് കാണിക്കുകയാണ്. IAF-42 എന്നാണ് ആ ഫ്ലൈറ്റിന്റെ പേര്. അമേരിക്കയിൽ നിന്നും UK പറക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ടേക്ക് ഓഫ് ആവാനായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അവരുടെ ക്യാപ്റ്റൻ തയ്യാറായിട്ടുണ്ട്. ക്യാപ്റ്റൻ മീൻസ് നമ്മുടെ പൈലറ്റ് തന്നെ, പൈലറ്റ് വില്യംസ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സഹായിയായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് റോബി ഉണ്ട്, കോ പൈലറ്റ്. ഇപ്പൊ നമ്മുടെ വില്യംസ് മെയിൻ ആയിട്ടുള്ള പൈലറ്റ് എല്ലാ യാത്രക്കാരോടും പറയാണ്, നമ്മൾ ഏകദേശം 7 മണിക്കൂറോളം ഈ ഒരു യാത്ര തുടരും. ആരും പേടിക്കേണ്ട, കാലാവസ്ഥ നല്ല രീതിയിൽ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല, നമുക്ക് സേഫ് ആയിട്ട് തന്നെ യാത്ര ചെയ്യാം. അങ്ങനെ ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നു വരികയാണ്. കുറച്ചു നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൈലറ്റ് ആയിട്ടുള്ള വില്യംസിന് എന്തോ ഒരു വശപ്പിശക്ക് തോന്നുകയാണ്. നമ്മുടെ രമണൻ പറഞ്ഞതുപോലെ എവിടെയോ എന്തോ തകരാറ് പോലെ. ഇപ്പൊ പൈലറ്റ് ആയിട്ടുള്ള വില്യംസ് അദ്ദേഹം അവിടെയുള്ള ഓരോ മെഷീൻസും ബാക്കിയുള്ള മോണിറ്റേഴ്സും എല്ലാം ചെക്ക് ചെയ്യാണ്. വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ താഴെ ഉണ്ടായിരുന്ന ടീമിനോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ താഴെ നിന്നും അത് ചെക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, ബഗ് ആയിരിക്കും. അതുപോലെ കാലാവസ്ഥയുടെ കാര്യത്തിലും യാതൊരു ഭയം വേണ്ട, എല്ലാം പെർഫെക്റ്റ് ആണ്, ഓക്കെയാണ്. താഴെയുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് വില്യംസിന് ഒരു വിധത്തില് ഒരു ആശ്വാസമായത്. വീണ്ടും ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ചെറിയൊരു ഇളക്കം ഈ ഫ്ലൈറ്റിന്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അത് ഈ വില്യംസിന് മനസ്സിലാവുന്നില്ല. പതിയെ പതിയെ അവിടുത്തെ കാലാവസ്ഥയുടെ മട്ടും ഭാവക്കങ്ങ് മാറാൻ ആരംഭിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഫ്ലൈറ്റിന് വല്ലാതെ ഷേക്ക് സംഭവിക്കുകയാണ്. യാത്രക്കാർ എല്ലാവരും പേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വില്യംസ് വിചാരിക്കുകയാണ്, ഇത്രയും നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം, കാലാവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് മുന്നിലായിട്ട് ഒരു പ്രത്യേകതരം ഹോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ അടുത്തേക്ക് ഈ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കാർ പോലെയൊന്നും ഫ്ലൈറ്റ് അങ്ങോട്ട് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ഒറ്റടിക്കോ തിരിക്കാനൊന്നും കഴിയില്ലല്ലോ. പേടിച്ചു പോയ വില്യംസ് പെട്ടെന്ന് തന്നെ താഴേക്ക് കോൺടാക്ട് ചെയ്യാണ്. എന്നാൽ താഴേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരെല്ലാവരും എന്താ പറയാ, നോർമലായിട്ട് പേടിച്ച് വിറച്ചിട്ടുണ്ട്. നോർമലായിട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും പേടിച്ച് ബരകുമല്ലോ, അത് തന്നെ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് പൈലറ്റ് ആയിട്ടുള്ള റോബിൻ ചോദിക്കുകയാണ്, എന്താണ് ക്യാപ്റ്റൻ, നമ്മൾ ഇനി എന്താണ് ചെയ്യുക. ഇതേ സമയത്ത് തന്നെ വില്യംസ് പറയുന്നുണ്ട്, നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, നേരെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, ആ ഹോളിലേക്ക് ഫ്ലൈറ്റ് കയറ്റുക. അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലൈറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും, തകരാനുള്ള സാധ്യതയുണ്ട്. സോ വില്യംസ് പറഞ്ഞതുപോലെ തന്നെ നേരെ ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ആ ഹോളിലൂടെ അപ്പുറത്തേക്ക് എത്തുകയാണ്. അതെന്ത് ഹോളാണെന്നൊന്നും ഇവർക്ക് അറിയുന്നില്ല. ഒരു പ്രത്യേകതരം പ്രകാശം പോലെ തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ട് അവിടെ. അങ്ങനെ ആ ഹോള് താണ്ടി അവരപ്പുറത്തേക്ക് എത്തിയ സമയത്ത് എല്ലാം ഓക്കെയാണ്. ആ ഫ്ലൈറ്റിന്റെ ഇളക്കൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പോഴാണ് യാത്രക്കാർക്കൊക്കെ സമാധാനമായത്. അതുപോലെ തന്നെ വില്യംസിന്റെ സമാധാനവും പോയത്. കാരണം ഇവർ ഈ ഹോളിലേക്ക് കടക്കുന്നത് വരെ പകലായിരുന്നു. എന്നാൽ ഹോളിന്റെ അപ്പുറത്തെത്തിയപ്പോ അത് രാത്രിയായി. ഇതെങ്ങനെ സംഭവിച്ചു? വില്യംസ് ആകെ പരിഭ്രാന്തിയിലാവാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു സിഗ്നല്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ താഴേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും അടിയിൽ നിന്നും ഒരു സിഗ്നലും ലഭിക്കുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവരുടെ റഡാർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊന്നും സിഗ്നൽ വരുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ പോലും കാണാനും കഴിയുന്നില്ല. ഇപ്പൊ കോപൈലറ്റ് ആയിട്ടുള്ള റോബി പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു നേരം മുന്നോട്ടേക്ക് പോയി നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നൽ ലഭിച്ചാലോ. അങ്ങനെ അവർ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലുള്ള സിഗ്നലും അവർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മാത്രമല്ല അവരുടെ ആ ഒരു റഡാറിൽ ഇത്രയും നേരമായിട്ട് ഒരു ഫ്ലൈറ്റ് പോലും ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുമില്ല. പെട്ടെന്ന് തന്നെ എയർ ഹോസ്റ്റേഴ്സിനെ വിളിച്ച് വില്യംസ് കാര്യങ്ങൾ പറയാണ്, യാത്രക്കാരോട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ, യാതൊരു കുഴപ്പമില്ല, ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഞാനാണ്, വില്യംസ് ആണ്, തീർച്ചയായിട്ടും നിങ്ങളെ സേഫ് ആയിട്ട് തന്നെ താഴെത്തിച്ചിരിക്കും. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് വില്യംസ് ഉണ്ടല്ലോ ഫ്ലൈറ്റ് പതിയെ പതിയെ താഴേക്ക് ഇറക്കുകയാണ്. മേഘങ്ങളൊക്കെ താണ്ടിയിട്ട് മേഘങ്ങളുടെ അടിയിലേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴാണ് വില്യംസും ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും ശരിക്കും അവിടെ ഞെട്ടിപ്പോയത്. കാരണം അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു ആകാശ യുദ്ധമായിരുന്നു. അതും ഒരുപാട് ഫ്ലൈറ്റർ ജെറ്റുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ആകെ ബോംബിട്ട് നിലം പരിശാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നേരിട്ട് കാണുന്ന സമയത്ത് പാസഞ്ചേഴ്സ് ആകെ ടെൻഷൻ ആവുകയാണ്. മാത്രമല്ല ആ കൂട്ടത്തില് കുറച്ച് എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഈ എയർ ഹോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ എയർ ഹോസ്റ്റേഴ്സിന്റെ തൽക്കാലം നമുക്ക് സൂസി എന്ന് വിളിക്കാം. സൂസിയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോടൊന്ന് പറ. എന്നാ പാവം സൂസി, അവക്കുണ്ട് എന്തെങ്കിലും അറിയുന്നു, അവൾ അടങ്ങിയിരിക്കുക, സമാധാനമായിരിക്കും, നിങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പൈലറ്റ് ആയിട്ടുള്ള വില്യംസ് ചുറ്റും നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ഫൈറ്റർ പോർ വിമാനങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റിനെ ചുറ്റിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ആ പോർ വിമാനങ്ങളെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരെ തുനിയാൻ നിന്നിട്ടുണ്ട്. അത് ആ റഡാറിലൂടെ കറക്റ്റ് ആയിട്ട് തന്നെ വില്യംസ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ആലോചിച്ചില്ല, താഴ്ന്നു പറന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഉയർത്തുകയാണ്. മേഘങ്ങൾ താണ്ടി എങ്ങനെയൊക്കെയോ അത്യാവശ്യം
അത്യാവശ്യം മുകളിലെത്തി. അതുകൊണ്ട് തന്നെ ഈ പോർവിമാനങ്ങൾക്ക് മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ജസ്റ്റ് മിസ്, ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം. എന്നാൽ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന 2 യാത്രക്കാരുണ്ടായിരുന്നു. 2 ഹിസ്റ്റോറിയൻസ് ആണ്. അവർ കാര്യത്തിന്റെ കുട്ടൻസ് കണ്ടുപിടിക്കുകയാണ്. അവരുടെ ബുക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിത്രങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അവർ പറയാണ്, നമ്മൾ ഈ കണ്ട ഫൈറ്റർ ജെറ്റുകൾ, പോർ വിമാനങ്ങള്, അത് ഈ കാലഘട്ടത്തിലുള്ളതല്ലല്ലോ. 2ാം ലോക മഹായുദ്ധത്ത് അന്ന് ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റുകളാണിത്. മാത്രമല്ല അത് അന്ന് തന്നെ മാനുഫാക്ചറിങ് നിർത്തിയതാണ്. പിന്നെ എങ്ങനെയാണ് ആകാശത്തിലൂടെ അതിങ്ങനെ പറന്ന് നടക്കുന്നത്? എന്താണ് ഇതിന്റെ കാരണം? അടുത്ത സീനിൽ വില്യംസിനെ കാണിക്കണം. അദ്ദേഹം ഇപ്പോ കോപൈലറ്റ് ആയിട്ടുള്ള റോബിൻസിന്റെ അടുത്ത് പറയണ, എന്തായാലും നമ്മൾ താഴ്ന്നു പറക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ റോബിൻസ് പറയുന്നത്, സാർ അത് ചെയ്യണോ? കാരണം നമ്മൾ കണ്ടതല്ലേ, താഴെ ആ ഒരു പോർവിമാനങ്ങൾ ഇപ്പോഴും കറങ്ങി നടപ്പുണ്ടാവും. നമ്മളെ അവർ തീർച്ചയായിട്ടും വെടിവെച്ച് താഴെയിടും. ഇതേ സമയം തന്നെ ഈ റോബിയോട് വില്യംസ് ഒരു കാര്യം പറയാണ്, നീ ഒരു കാര്യം ആലോചിക്കണം, വളരെ കുറച്ച് ഫ്യൂൽ മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഒരുപാട് നേരമൊന്നും നമുക്ക് ഈ ആകാശത്തിലൂടെ ഇതിങ്ങനെ പറപ്പിച്ച് കളിക്കാൻ കഴിയില്ല. താഴെ ഇറക്കില്ലാതെ മറ്റൊരു വഴിയില്ല. വില്യംസ് പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് റോബി ഒന്ന് ആലോചിക്കുന്നത്. അവനും തോന്നി ഇത് തന്നെയാണ് ശരി, താഴേക്ക് പറക്കേണ്ട ആവശ്യമുണ്ട്. ഇതേ സമയം തന്നെ ആ 2 ഹിസ്റ്റോറിയൻസ് ഉണ്ടല്ലോ, അവരെങ്ങനെയൊക്കെയോ ഈ പൈലറ്റിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, അതായത് വില്യംസിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ സൂസി അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അവളെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ വില്യംസിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരിങ്ങനെ ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, നമ്മളിപ്പോ കണ്ട ഈ പോർവിമാനങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും ഈ കാലഘട്ടത്തിൽ ഉള്ളതല്ല. 1945 തന്നെ അതെല്ലാം നിരോധിച്ചതാണ്. അതിന്റെ മാനുഫാക്ചറിങ് തന്നെ സ്റ്റോപ്പ് ആക്കിയതാണ്. സാർ, നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ ഫ്ലൈറ്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് മുന്നത്തെ കാലഘട്ടത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക്. ഇത് കേട്ട സമയത്ത് വില്യംസ് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ആ ഹിസ്റ്റോറിയൻസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, വെറുതെ വെട്ടിത്തരം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരാൻ നിൽക്കരുത്, അല്ലെങ്കിൽ തന്നെ പേഴ്സൻറ്റേഴ്സ് ആകെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മേലെ നിങ്ങളുടെ ഈ ഒരു കഥ കൂടി ആകുമ്പോൾ അവരാകെ പാനിക്കാവും. സിറ്റുവേഷൻസ് വളരെ വേസ്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ കോപ്പൈലൈറ്റ് ആയിട്ടുള്ള റോബി താഴേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നലും തിരിച്ച് ലഭിക്കുന്നില്ല. ഇതെല്ലാം ഈ ഹിസ്റ്റോറിയൻസ് കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ വില്യംസ് അവരോട് പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു 30 സെക്കൻഡ് സമയം തരും, അതിന്റെ ഉള്ളിൽ എന്താണോ പറയാനുള്ളത് അത് വ്യക്തമായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് അങ്ങ് പോവുക. ഇതേ സമയം തന്നെ അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ അനുമാനത്തില് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് 1940ന്റെയോ അല്ലെങ്കിൽ 45ന്റെയോ ഇടയിലുള്ള ഏതോ ഒരു വർഷത്തിലാണ്, ഏതോ ഒരു സമയത്തിലാണ്. മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെ നമ്മുടെ കാലഘട്ടത്തിലെ പോലെ ഒരുപാട് റേഡിയോ സ്റ്റേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സിഗ്നൽ ഇങ്ങോട്ടേക്ക് ലഭിക്കാത്തത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈറ്റർ ജെറ്റുകൾ അതെല്ലാം നാസികളുടെ പോർവിമാനങ്ങളാണ്, അതായത് ഹിറ്റ്ലറിന്റേത്. നമ്മളിപ്പോ ഉള്ളത് വേൾഡ് വാർ 2ലാണ് സർ. ഇത് കേട്ട സമയത്ത് വില്യംസിന് ആകെ ദേഷ്യം വരികയാണ്. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നതാണോ? ഓക്കെ, പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നേരെ തിരിച്ചു പോയിട്ട് സീറ്റിലിരിക്കുക. അവിടുന്ന് എങ്ങാനും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എടുത്ത് ഞാൻ പുറത്തേക്ക് കയറി വെറുതെ ഒരു മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ആളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതും പറഞ്ഞ് അവർ ഒരുപാട് ശകാരിച്ചുകൊണ്ട് തന്നെ വില്യംസ് അവര് പറഞ്ഞേക്കാണ്. സത്യം പറഞ്ഞാൽ വില്യംസിന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. വില്യംസിനല്ല, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്ന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിപ്പോ വേൾഡ് വാർ 2 നടക്കുന്ന ആ ഒരു സമയത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോർമലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? ഇല്ല. ഈ ഹിസ്റ്റോറിയൻസിനെ പറഞ്ഞ അയച്ചതിനു ശേഷം വില്യംസും റോബിയും കൂടെ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ അത് പതിയെ പതിയെ താഴേക്ക് ഇറക്കുകയാണ്. അതുപോലെ തന്നെ ഇവര് താഴേക്ക് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് താഴ്ന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്കൊരു സിഗ്നൽ ലഭിക്കുകയാണ്. അതൊരു ബ്രിട്ടീഷ് സോൾജർ ആയിരുന്നു. ഇതേ സമയം തന്നെ അതിവേഗത്തിൽ വില്യംസ് പറയാണ്, ഞങ്ങൾ എല്ലാവരും പെട്ടുകിടക്കുകയാണ്, ചെറിയൊരു ആപത്തിലാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യണം, രക്ഷപ്പെടുത്തണം. ഇപ്പൊ ആ ഒരു ബ്രിട്ടീഷ് സോൾജർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാണ്, ഇത് എവിടെ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്? ഇപ്പൊ വില്യംസ് പറയാണ്, ഞാൻ ക്യാപ്റ്റൻ വില്യംസ്, IAF 42 എന്നൊരു ഫ്ലൈറ്റ് ഞങ്ങൾ ഇപ്പൊ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില അപകടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അത് രക്ഷിക്കണം, റെസ്ക്യൂ ചെയ്തെടുക്കണം നിങ്ങൾ. എന്നാൽ ഇത് കേട്ട സമയത്ത് ആ ഒരു ബ്രിട്ടീഷ് സോൾജർ ഉണ്ടല്ലോ, അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റേഡിയോ സിഗ്നലോട് കണക്ട് ചെയ്യാൻ കഴിയുന്നത്? അതുപോലെ IAF 42 അങ്ങനെ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ, സത്യം പറ, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് വരുന്നത്? ആ സോൾജർ ഇങ്ങനെയെല്ലാം ചോദിക്കാൻ കാരണം ചിലപ്പോ ഇത് യുദ്ധം നടക്കുന്ന സ്ഥലമല്ലേ, ചാരന്മാര് പല വിധത്തിൽ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ഇപ്പൊ വില്യംസ് ചോദിക്കണം, അപ്പൊ നിങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലേ? IAF 42നെ കുറിച്ച്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റിനെ കുറിച്ച്. ഓക്കെ, ദയവ് ചെയ്ത് ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം തരുമോ? ഇതേ സമയത്ത് തന്നെ ഈ ഒരു സോൾജർ പറയുന്നുണ്ട്, ഓക്കെ ചോദിച്ചോളൂ. ഇപ്പൊ വില്യംസ് ചോദിക്കണം, ഇന്ന് ഏതാണ് ദിവസം? 17th ജൂൺ 1940. ഇത് കേട്ട സമയത്ത് വില്യംസിന്റെ കിളി അങ്ങോട്ട് പോവാണ്. മാത്രമല്ല അവനിപ്പോ ഈ പൈലറ്റിനോട് പറയാണ്, ഞങ്ങൾ 2015 നിന്നാണ് വരുന്നത്. ഇത് കേട്ട സമയത്ത് ഈ സോൾജറും ആകെ ഷോക്കായി പോവാണ്. നിങ്ങൾ എന്ത് വെട്ടിത്തരാണ് ഈ പറയുന്നത്? ഈ വില്യംസ് പറയുന്ന ഒരു കാര്യം ഒന്നും വിശ്വസിക്കാൻ ഈ ഒരു സോൾജർ തയ്യാറാവുന്നില്ല. കാരണം അവനും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ വില്യംസിന് ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വന്ന് പറഞ്ഞ 2 പേരുണ്ടല്ലോ, ആ 2 ഹിസ്റ്റോറിയൻസ്, അവരിങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, അവരുടെ ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് ഈ ഒരു സോൾജറിനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അതിനായിട്ട് തന്നെ ഈ 2 ഹിസ്റ്റോറിയൻസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സോൾജറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇത് ഏതാ വർഷം? 1940 അല്ലേ? ദിവസവും ചോദിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ഹിസ്റ്റോറിയൻസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭവം ആ ഒരു സോൾജറിനോട് ഇവർ ഇൻഫോം ചെയ്യാണ്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന കപ്പലുണ്ട്, ലാൻകാസ്ട്രിയ എന്നിട്ടുള്ള, അതെന്തായാലും ഇന്ന് മുങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ലാൻകാസ്ട്രിയ മുങ്ങാൻ പോവാണെന്നോ? പെട്ടെന്ന് തന്നെ ആ ഒരു സോൾജർ അയാളുടെ ആ മേൽദ്യോസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. അതായത് ഈ ഒരു സോൾജറിന് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായിട്ടുണ്ട്. ഇവർ പറയുന്നത് ഏകദേശം
ഏകദേശം സത്യമാണ് അവർ 2015 നിന്ന് തന്നെയാണ് വരുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ആ ഒരു എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു പയ്യനുണ്ടല്ലോ, അവന് മനസ്സിലായി ഈ ഫ്ലൈറ്റ് ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് 1940 എത്തിയെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ക്ഷമ നഷ്ടപ്പെടുകയാണ്. അവനിപ്പോ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരെ ഇപ്പോ എല്ലാ പാസഞ്ചേഴ്സിന്റെ മുന്നിലും പോയിട്ട് ഉള്ള കാര്യം മുഴുവനും ഒറ്റയടിക്ക് അങ്ങ് വിളിച്ചു പറയണം. നമ്മളിപ്പോ ഉള്ളത് 1940 ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നോ എന്തുകൊണ്ടാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ ഹിറ്റ്ലറുടെ കാലഘട്ടമാണ്. ആ രാക്ഷസൻ ഭൂമിയിൽ ഇപ്പോ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നമ്മളെല്ലാവരും വെട്ടിവെച്ച് താഴെയിടും. നമ്മളെല്ലാവരും മരിക്കും. എന്നാൽ അതിന്റെ മുന്നേ ആയിട്ട് ആ രാക്ഷസനെ നമുക്ക് പോയി അങ്ങ് കൊന്നു കളഞ്ഞാലോ? അതിനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് തന്നെ ഉപയോഗിക്കാം. ഇത് കേട്ട സമയത്ത് പകുതി പാസഞ്ചേഴ്സും വെറുതെ ഇരുന്ന് ചിരിക്കാണ്. എന്ത് വിഡ്ഢിത്തരാണ് ഇവൻ പറയുന്നത്. എന്നാൽ കുറച്ച് ആൾക്കാർ ഇവൻ പറഞ്ഞ വാക്ക് അത് വിശ്വസിച്ച് അങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വട്ടം പറയണേ, എന്നാ പിന്നെ നമുക്ക് അങ്ങ് മുന്നോട്ടേക്ക് പോകല്ലേ? നമ്മൾ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നേരെ ഇനി ഈ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോയിട്ട് ഹിറ്റ്ലറുടെ വീടിന്റെ മുകളിൽ തന്നെ ഇടാം. ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പകുതി യാത്രക്കാരും ആകെ പേടിച്ചു വരച്ചിരിക്കുകയാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഈ വട്ടന്റെ വട്ടം അവിടെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഈ ഒരു യാത്രക്കാരുടെ ഇടയിൽ 2 പട്ടാളക്കാരുണ്ടായിരുന്നു, US സോൾജേഴ്സ്. അവരുടെ കയ്യിൽ നിന്നും ഈ ഒരു കിറുക്കിന് നല്ല പെട കിട്ടുന്നുണ്ട്. കാണിക്കാൻ പോകുന്നത് ആന മണ്ടത്തിലാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇവരെ തള്ളി മാറ്റുന്ന സമയത്ത് നമ്മുടെ സൂസി വന്നിട്ടും ഈ ഒരു കിറുക്കനെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അവൾക്കും കിട്ടാണ് 2 പെട ആ വട്ടന്റെ കയ്യിൽ. അവസാനം ആ കിറുക്കനെയും അവന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ ഒരു 2-3 ആൾക്കാരെയും ഈ പട്ടാളക്കാർ ചേർന്നിട്ട് അടിച്ച് തോപ്പിക്കുകയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും കൊണ്ടുപോയിട്ട് ആ ഫ്ലൈറ്റിന്റെ ഒരു മൂലയ്ക്ക് കെട്ടിയിടുന്നുണ്ട്. ഈ സമയത്ത് വില്യംസിന് വീണ്ടും താഴെ നിന്നും ഒരു മെസ്സേജ് ലഭിക്കുകയാണ്. അത് അയച്ചിരിക്കുന്നത് ആ ഒരു ബ്രിട്ടീഷ് സോൾജർ ആണ്. ക്യാപ്റ്റൻ വില്യംസ്, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മുങ്ങാൻ പോകുന്ന ആ ഒരു ഷിപ്പ് ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ എവിടെയാണുള്ളത്? ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെ ഫ്ലൈറ്റിന്റെ ആ ഒരു ലൊക്കേഷൻ താഴെയുള്ളവർക്ക് മനസ്സിലാവുക? എന്താണ് അതിനൊരു വഴി? ഇപ്പൊ ഹിസ്റ്റോറിയൻസിനെ വിളിക്കുന്നുണ്ട്. അവരോടും ചോദിക്കണം. അവരും ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പൊ കോ പൈലറ്റ് ആയിട്ടുള്ള റോബി ഉണ്ടല്ലോ, അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. അതായത് ഇവരുടെ ഫ്ലൈറ്റിൽ ഒരു പ്രത്യേകതരം ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് ഓൺ ആക്കാമെന്ന്. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ ചെയ്യാൻ ഇപ്പൊ വില്യംസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ ഇപ്പൊ ഓൺ ആക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഇതിന്റെ പിന്നിലെ ആ ഒരു അപകടം എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയത്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഹിറ്റ്ലറിന്റെ ആ ഒരു പോർവിമാനങ്ങൾ എത്തുകയാണ്. നാസികൾ തന്നെ ഈ ലൈറ്റ് ഓൺ ആക്കിയത് കൊണ്ടാണ് ഇവരുടെ ആ ഒരു ലൊക്കേഷൻ അവർക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല ആ യുദ്ധവിമാനങ്ങൾ ഈ വിമാനത്തെ വളഞ്ഞുകൊണ്ട് തന്നെ വെടിവെക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോ ഫ്ലൈറ്റിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ആ ധൈര്യം എല്ലാം കൂടെ പോവുകയാണ്. അവർക്ക് ആകെ പാനിക് ആയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ച് നിലവിളിക്കാണ്. കാരണം ഫ്ലൈറ്റിൽ വന്നിട്ട് ഈ ബുള്ളറ്റുകൾ ഇങ്ങനെ കയറുകയല്ലേ, ഇതിന്റെ ശബ്ദം ഭീമാകാരമായിട്ടുള്ള ആ ഒരു ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ സമ്മതിക്കണം. കാരണം അദ്ദേഹം ഒട്ടും പതറിയില്ല, കല്ല് പോലെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഈ യാത്രക്കാരെ കൊണ്ടുവന്ന ഈ ഒരു ഫ്ലൈറ്റ് വെച്ച് അദ്ദേഹം ഒരു സാഹസികത തന്നെ കാണിക്കുകയാണ്. അതായത് പണ്ടത്തെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധവിമാനങ്ങൾ അതെന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് ആ പരിപാടി ഈ ഫ്ലൈറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ വില്യംസ്. അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യത്തെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ഇതേ സമയം തന്നെ വില്യംസ് ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചെടുത്ത് അവസാനം ഈ ഒരു ഫ്ലൈറ്റിനെ താഴേക്ക് ഇറക്കുകയാണ്. താഴ്ത്തിക്കൊണ്ട് തന്നെ പറക്കുകയാണ്. പിന്നാലെ തന്നെ വെട്ടിവെച്ചുകൊണ്ട് ഹിറ്റ്ലറുടെ ആ ഒരു എന്താ പറയാ വ്യോമസേനയുണ്ട്, അതായത് ഈ ഒരു പോർ വിമാനങ്ങൾ. എന്നാൽ ഏകദേശം താഴെ എത്താനായപ്പോ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ വീണ്ടും മുകളിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ പിറകാലെ വന്ന ഹിറ്റ്ലറുടെ ആ ഒരു ജെറ്റുകൾ മുഴുവനും താഴെ വന്ന് ക്രാഷ് ആയി പൊട്ടിച്ചിതറാണ്. കാരണം അന്ന് ഇന്നുള്ളതുപോലുള്ള അഡ്വാൻസ് ടെക്നോളജി ഒന്നും അല്ല ഫ്ലൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അവർക്ക് പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലെ ഫ്ലൈറ്റുകളല്ലേ, അതിനെ എളുപ്പത്തിൽ തന്നെ മുകളിലേക്ക് പൊന്താനും കഴിഞ്ഞു. അങ്ങനെ വളരെ സേഫ് ആയിട്ട് തന്നെ ഇവര് കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ കോ പൈലറ്റ് ആയിട്ടുള്ള നമ്മുടെ റോബി ഉണ്ടല്ലോ, അവന്റെ ദേഹത്തേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടണം. സൂസി ഇപ്പൊ അങ്ങോട്ടേക്ക് കുറച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ട് വന്നിട്ട് അവന്റെ ആ ഒരു മുറിവെല്ലാം വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അടുത്തുണ്ടായിരുന്ന ചില തുളകളുണ്ട്, അതിലും എന്തൊക്കെയോ വെച്ച് അടക്കുകയാണ്. ഇപ്പൊ സൂസിയോട് നമ്മുടെ ക്യാപ്റ്റൻ വില്യംസ് പറയാണ്, എനിക്ക് പാസഞ്ചർ അടുത്ത് എന്തായാലും ഒന്ന് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് കുറച്ചു നേരം ഇപ്പൊ സൂസി ഇരുത്തുകയാണ്. എന്നിട്ട് നേരെ അദ്ദേഹം പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവന് യാതൊരു ആപത്തും വരില്ല. ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം. എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ ഇത്രത്തോളം പാനിക് ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ആകാൻ കഴിയും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു 2-3 പേരുടെ സഹായം ആവശ്യമാണ്. കാരണം നാസികളുടെ ആ ഒരു ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ലാൻഡിംഗ് ഗിയറിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്നിട്ട് അത് നേരാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ടേക്ക് വരിക. ആരും പ്രത്യേകിച്ച് എഴുന്നേൽക്കുന്നില്ല കേട്ടോ. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം ഒരു പയ്യനും എഴുന്നേൽക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടായിരുന്ന ഈ 2 ആൾക്കാർ മാത്രം. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും ആ ഒരു പെണ്ണും അതുപോലെ തന്നെ ഈ പയ്യനും കൂടിയിട്ട് നേരെ ആ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് പോവാണ്. അവിടെ വെച്ച് മാത്രമേ അവർക്ക് ആ ഒരു ലാൻഡിംഗ് ഗിയർ നന്നാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ക്യാപ്റ്റന്റെ കൂടെ വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളൊരു എഞ്ചിനീയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ താഴേക്ക്
ഹോളിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയുന്ന രീതിയിൽ അത് നന്നാക്കി എടുക്കുകയാണ്. എന്നാൽ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ടയർ അതെല്ലാം താഴ്ത്തുന്ന ആ ഒരു ലിവറിന്റെ ഭാഗത്ത് എന്തോന്ന് കുടുങ്ങി കിടക്കുകയാണ്. അതുകൂടി ഒന്ന് റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ സേഫ് ആയിട്ട് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് എടുക്കാനായിട്ട് ആ ഹോളിലേക്ക് ക്യാപ്റ്റൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്തിന് ആ പയ്യൻ പറയാണ്, നിങ്ങൾ അത് ചെയ്യണ്ട. കാരണം താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് പിന്നീട് ആര് ലാൻഡ് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം റിസ്ക് എടുക്കില്ലേ, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പയ്യനുണ്ടല്ലോ പതിയെ ആ ഹോളിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കുടിയും കിടക്കുന്ന വസ്തു എല്ലാം എടുത്ത് കളയുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ പയ്യനും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ എല്ലാം നേരാക്കിയതിനു ശേഷം പൈലറ്റ് വീണ്ടും, അതായത് നമ്മുടെ വില്യംസ് വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. എന്നിട്ട് ആ ഒരു ബ്രിട്ടീഷ് സോൾജറുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് ഒരു ഇത്തിരി താഴ്ന്നു പറക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആ ഒരു ബ്രിട്ടീഷ് സോൾജറുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് ഇറക്കേണ്ടത്? ഇതേ സമയത്ത് തന്നെ മറ്റൊരു പ്രശ്നം കൂടെ വീണ്ടും സംഭവിക്കുകയാണ്. അതായത് നാസികളുടെ ആ പോർവിമാനങ്ങൾ അത് വീണ്ടും വരികയാണ്. അതുപോലെ താഴെ ഉണ്ടായിരുന്ന ആ സോൾജറിനോട് ഇവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് അധികം നേരം നമുക്കിനി സമയമില്ല, കൂടിപ്പോയ 1 മണിക്കൂർ മാത്രം, അതിനുള്ള ഫ്യൂലേ നമ്മുടെ കയ്യിലുള്ളൂ. സോ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ലൊക്കേഷൻ ഞങ്ങൾക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ നാസികളുടെ പോർവിമാനങ്ങൾ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വില്യംസ് ഉണ്ടല്ലോ ഒട്ടും പാത്രയില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ റഡാറിലൂടെ നോക്കിയിട്ട് ഈ ഫൈറ്റർ ജെറ്റുകളുടെ കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കുകയാണ്. ബുദ്ധിമാനായിട്ടുള്ള ഈ മനുഷ്യനുണ്ടല്ലോ ചില തന്ത്രങ്ങൾ കാണിക്കുകയാണ്. അതിലൂടെ തന്നെ ആ 2 ഫ്ലൈറ്റും കൂട്ടിമുട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കുകയാണ്. അവസാനം ആ 2 ഫൈറ്റർ ജെറ്റുകളും കൂട്ടിമുട്ടി ഇടിച്ച് തകർന്ന് പൊട്ടിച്ചെറുകയാണ്. സേഫ് ആയിട്ട് തന്നെ അവർ വീണ്ടും മുന്നോട്ടേക്ക് പോണ്. എന്നാൽ റോബി ഇപ്പോൾ ഒരു കാര്യം വില്യംസിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഇതന്നെ എത്ര നേരം ചെയ്തുകൊണ്ടിരിക്കും? അധികം നേരം നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇനിയിപ്പോ താഴെ ഇറങ്ങി എന്ന് തന്നെ വിചാരിക്കുക, അവിടെ ഒരുപാട് നാസികൾ ഉണ്ടാവും, നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയും? അതിലെന്താണ് ഒരു ഉറപ്പ്? എന്തായാലും കോ പൈലറ്റ് റോബി പറഞ്ഞത് സത്യം തന്നെയാണ്, കാര്യം തന്നെയാണ്. താഴത്തെ സിറ്റുവേഷനും അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിരിക്കും വില്യംസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ നിൽക്കുകയാണ്, എന്താണ് ഇപ്പൊ ചെയ്യുക? ഇതേ സമയം തന്നെ നമ്മുടെ ഹിസ്റ്റോറിയൻസ് ഉണ്ടല്ലോ അവർ വന്നിട്ട് ഒരു ഐഡിയ പറയാണ്. അതായത് നമ്മുടെ കയ്യിൽ റഡാർ ഉണ്ടല്ലോ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിലൊരു പീസ് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൽ വെക്കാം, അതുപോലെ തന്നെ ബാക്കിയുള്ളത് താഴെ കിട്ടുകൊടുക്കാം. ആ ഒരു സോൾജറിന് അത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിന്റെ ലൊക്കേഷൻ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയും അവർക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇതിനെ കുറിച്ച് താഴെയുള്ള ആ ഒരു സോൾജറിന്റെ അടുത്ത് ഇവർ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സോൾജർ പറയാണ്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിവേഗത്തിൽ തന്നെ ചെയ്യണം. പിന്നീട് ഇവർ വേഗം തന്നെ ചെന്നിട്ട് ആ ഒരു റഡാർ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ആക്കുകയാണ്. മാത്രമല്ല ഒരെണ്ണം ഇനി താഴെ കിട്ടുകൊടുക്കണം, പക്ഷെ അത് വീഴുന്ന സമയത്ത് യാതൊരു ഡാമേജും അതിന് വരാൻ പാടില്ല. അതിനായിട്ട് തന്നെ ഇവരെന്താ പറയാ കുഷ്യൻസ് അതുപോലുള്ള സാധനങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓരോ ആൾക്കാരും അവരുടെ കയ്യിലുള്ള ഓരോ വസ്തുക്കളൊക്കെ സേഫ് ആയിട്ട് തന്നെ ആ ഒരു റഡാർ പൊതിയാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കായിട്ട് എന്തോ ഒരു പ്രത്യേകതരം കളിപ്പാട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാരച്യൂട്ട് പോലുള്ള ഒരു സാധനം. അതുകൂടെ ഇവർക്ക് കൊടുക്കണം. മാത്രമല്ല അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഈ ഒരു റഡാർ ഇവർക്ക് താഴേക്ക് ഇറക്കാൻ കഴിയും. ആ ഇറക്കിയ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ആ സോൾജർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന പ്രശ്നം അത് മറ്റൊന്നായിരുന്നു. അതായത് ഈ ഒരു റഡാർ താഴെ പോയി വീണു, ഓക്കെ സേഫ് ആയിട്ട് തന്നെ. പക്ഷെ അത് ചെന്ന് വീണത് നാസികളുടെ മുന്നിലാണ്. അതും ഒരു മരത്തിന്റെ മുകളിൽ അങ്ങനെ തങ്ങി കിടക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എന്താ ഇങ്ങനെ വന്ന് വീണത്? അതറിയാനായിട്ട് തന്നെ നാസികൾ നേരെ ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് അത് എടുക്കാൻ നിൽക്കുമ്പോഴേക്കും കുറച്ച് ബ്രിട്ടീഷ് സോൾജേഴ്സ് അങ്ങോട്ടേക്ക് കയറിയാണ്. ഇവർ ആക്രമിക്കുകയാണ്. മാത്രമല്ല താഴേക്ക് വീണ ആ ഒരു സംഭവം സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ പട്ടാളക്കാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവനിപ്പോ ആ ഒരു റഡാർ ഓൺ ആക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ ആകാശത്തിലൂടെ ഇതിലൂടെയാണ് പറക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ഇവന് മനസ്സിലാവുന്നുണ്ട്. സോ ഇനി ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ എങ്ങോട്ടേക്കൊക്കെ പോകണം, എവിടെ സേഫ് ആയിട്ട് ഇറങ്ങാൻ കഴിയും, നാസികൾ ഇല്ലാത്ത ഏരിയ ഏതാണ്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പോകണം, അങ്ങനെയുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷനും ഈ ഒരു പട്ടാളക്കാരൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വില്ലനായിട്ട് മറ്റൊരാൾ കൂടെ എത്തുകയാണ്. അതായത് ഫ്യൂല് അത് പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പതിയെ പതിയെ റൺവേയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു പട്ടാളക്കാരൻ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് കറക്റ്റ് ലൊക്കേഷൻ നോക്കിയിട്ട് ആ ഒരു ഫ്ലൈറ്റ് താഴേക്ക് ഇറക്കാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഭവം അവിടെ സംഭവിക്കുന്നത്. അതായത് കഥയുടെ ആരംഭത്തിൽ തന്നെ ആകാശത്തിൽ വെച്ച് ഒരു പ്രത്യേകതരം കാറ്റും പ്രകൃതിക്ക് ഒരു മാറ്റവും ഒരു പ്രത്യേകതരം വെളിച്ചവും ഒരു ഹോളൊക്കെ ഈ ക്യാപ്റ്റൻ കണ്ടില്ലേ. ക്യാപ്റ്റന് പെട്ടെന്ന് തന്നെ കാര്യം ഓടുകയാണ്. അതായത് ഇതുപോലൊരു ഹോളിലേക്ക് കയറിയപ്പോഴാണ് ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് 1940 എത്തിയത്. തീർച്ചയായിട്ടും ഇതിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് പഴയ സമയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കഴിയും. അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ താഴെ ഉണ്ടായിരുന്ന ആ പട്ടാളക്കാരനോട് ഇവർ യാത്ര പറയാണ്. കാരണം ഇത്രയും നേരം ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പട്ടാളക്കാരനാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രധാനമായിട്ടും സർവൈവ് ചെയ്യാൻ കഴിയുന്നത്. അവനോട് വില്യംസ് ഇപ്പൊ യാത്ര പറയാണ്. ഇനി കാണാൻ കഴിയോ സംസാരിക്കാൻ കഴിയോ എന്നൊന്നും അറിയില്ല, ഞങ്ങൾ പോവാണ്. അതും പറഞ്ഞുകൊണ്ട് ആ ഹോളിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ആ ഒരു ഫ്ലൈറ്റ് ഓടിച്ചങ്ങോട്ട് കയറ്റാണ്. ഓടിച്ചല്ല പറത്തി കയറ്റാണ്. എന്നാൽ ഇത് താഴെ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രിട്ടീഷ് സോൾജർ ഉണ്ടല്ലോ അവനൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇപ്പൊ സംഭവിച്ചത്. താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അവര് ഇത്ര പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് പോയത്? അതായത് സിഗ്നലില് യാതൊന്നും കാണുന്നില്ല. ആ ഒരു റഡാർ ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ മുകളിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ യാതൊരു തുമ്പും ഇല്ല. എന്തോ ഭാഗ്യത്തിന് ആ ഹോളിലേക്ക് കടന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്ലൈറ്റും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. 2015 ഫ്യൂല് ഏകദേശം തീരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാസികളുടെ വെടിയേറ്റിട്ട് വിമാനത്തിന്റെ പല ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന
ഒരു റൺവേയിലേക്ക് തന്നെ സേഫ് ആയിട്ട് തന്നെ ക്യാപ്റ്റൻ വില്യംസ് ഈ ഒരു ഫ്ലൈറ്റിനെ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യിക്കുകയാണ്. ഒരു വിധത്തില് രക്ഷപ്പെട്ടു. എന്തോന്നാല് ഈ ഭൂമിയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാന്ന് വിചാരിക്കാം. പക്ഷെ ഈ ആകാശത്തിൽ വെച്ചിട്ട് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു പൈലറ്റിന്റെ റേഞ്ച് അത് വേറെ ആയിരിക്കില്ലേ. കഥയാണെങ്കിലും ഒരു രസം, പക്ക ഹീറോയിസം. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ വില്യംസിന് തന്നെ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. അതായത് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ ലൈഫ് ഞാൻ സേവ് ചെയ്തല്ലോ. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ദീർഘശ്വാസം തന്നെ വിടേണ്ടി വരികയാണ്. ജീവനോട് താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇപ്പൊ ക്യാപ്റ്റനോട് നന്ദി പറയാണ് കേട്ടോ. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ധീരത, ആ ധൈര്യം, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ യാത്രക്കാരും ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അതിലുണ്ടായിരുന്ന ആ അപ്പൂപ്പൻ, അതായത് ആ ഒരു റഡാർ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒരു പാരച്യൂട്ട് കൊടുത്തില്ലേ ഒരു അപ്പൂപ്പൻ, അദ്ദേഹം മാത്രം ഒരു ബുക്കിൽ ഒരു ഡയറിയിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എഴുതുന്ന കഥയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഓർമ്മക്കുറിപ്പുകളാണോ എന്നൊന്നും അറിയില്ല. അതിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു, ലണ്ടൻ നഗരത്തെ രക്ഷിച്ച ഒരു റഡാർ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ലാസ്റ്റ് ഭാഗത്തിൽ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നതിന് മുന്നേ ഒന്ന് പൗസ് ചെയ്തിട്ട് വെറുതെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ. ആർക്കെങ്കിലും അത് ഓടി ഒന്ന് നോക്കാലോ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കിയാൽ മതി. അതായത് ലണ്ടൻ നഗരത്തിൽ അന്ന് ചെന്ന് വീണ ആ ഒരു റഡാർ, അതായത് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് വിട്ടുകൊടുത്ത ആ ഒരു റഡാർ കാരണം അവർക്ക് ആ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. കാരണം അതിലുണ്ടായിരുന്ന ടെക്നോളജിയെ കുറിച്ച് ഇവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലുള്ള കാര്യങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ അപ്പൂപ്പൻ, അയാൾ ആരാണെന്ന് മനസ്സിലായോ? അതായത് ഈ ഒരു ഫ്ലൈറ്റിലേക്ക് എല്ലാ സഹായം എത്തിച്ചു കൊടുത്ത താഴെ ഉണ്ടായിരുന്ന ആ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനുണ്ടല്ലോ, അയാള് തന്നെ, ആ യുവാവ് തന്നെ. സോ കഥ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. നല്ലൊരു സ്റ്റോറിയാണ്, നല്ല ത്രില്ലിംഗ് ആയിരുന്നില്ലേ? ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, കൂട്ടുകാരുടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനത്തെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കേട്ടോളൂ. നമ്മുടെ ഫാമിലി ഒന്നുകൂടെ ഒന്ന്